SIR വന്നതിന് ശേഷമുള്ള ആദ്യ വോട്ടെടുപ്പ് ആയതിനാൽ എത്ര വോട്ടർമാർ ഇത്തവണ വോട്ട് ചെയ്തു എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമായിരിക്കും. കൂട്ടലും കിഴിക്കലും മുന്നണികൾ നടത്തുമ്പോൾ അതിനായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുക വോട്ടിംഗ് ശതമാനത്തേക്കാൾ. കാരണം ഇത്തവണത്തെ വോട്ടർ പട്ടിക എന്നുള്ളത് ശുദ്ധീകരിച്ച വോട്ടർ പട്ടികയാണ് SIR നടപ്പാക്കിയതിനാൽ. അതിനാൽ തന്നെ ലൈവായിട്ട് ഇപ്പോൾ ഉള്ള വോട്ടർമാർ തന്നെയാണ് ആ വോട്ടർ പട്ടികയിൽ ഉള്ളത്. അതിനാൽ എത്ര ആളുകൾ എത്ര വോട്ടർമാർ വോട്ട് ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലെ ഏറ്റവും പുതിയ കണക്കുകളുമായി TG സജിത്ത് കൂടി ചേരുന്നുണ്ട്. സജിത്ത്, രാവിലെ മുതൽ നമ്മൾ ഇക്കാര്യം പരിശോധിച്ചു വരികയായിരുന്നു. 2,71,00,000 വോട്ടർമാരാണ് ആകെ വോട്ടർ പട്ടികയിൽ എല്ലാ ജില്ലകളിലുമായിട്ട് ഉള്ളത്. അതിൽ 5 മണിയുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 2 കോടിക്കും മുകളിൽ 2,05,00,000 ആളുകൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ പറയുന്നത്. 85% പോളിംഗ് വരണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ്. അങ്ങനെയാണെങ്കിൽ 2,30,00,000 വരണം. അതിലേക്ക് എത്തുവാനുള്ള സാധ്യത കാണുന്നുണ്ടോ? പിന്നെ SIR ആണ് ഈ പോളിംഗ് ശതമാനം കൂടുവാൻ കാരണം എന്നുള്ളത് അത് കൃത്യമാണല്ലോ അല്ലേ? മഞ്ജുഷ, തീർച്ചയായും ഒരുപക്ഷെ ഈ SIR-ന് ശേഷമുള്ള സാഹചര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ കുഴപ്പിക്കുന്നതാണ്. മാറുന്ന പോളിംഗ് ശതമാനങ്ങൾ, വർദ്ധിക്കുന്ന പോളിംഗ് ശതമാനങ്ങൾ എത്ര കണ്ട് സ്വാധീനിക്കപ്പെടുന്നു എന്നത് എല്ലാവരെയും കുഴയ്ക്കുന്നതാണ്. കാരണം SIR-ന് ശേഷം എന്തു സംഭവിച്ചു എന്നതാണ് എല്ലാവരെയും കുഴയ്ക്കുന്ന കാര്യം. നമുക്ക് SIR-ന് മുമ്പും ശേഷവുമുള്ള സാഹചര്യങ്ങൾ താരതമ്യം ചെയ്യാവുന്ന ഒരു കണക്കാണ് നമുക്ക് മുന്നിലുള്ളത്. നോക്കുക, 2021 5 വർഷം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചിത്രം ഇതാണ്. അതിന് പ്രകാരം പുരുഷ വോട്ടർമാർ 1,32,82,994 പേരും, സ്ത്രീ വോട്ടർമാർ 1,41,62,62,28 പേരായിരുന്നു. ആകെ വോട്ടർമാർ 2,72,74,45,311 പേർ എന്നതായിരുന്നു ചിത്രം. നോക്കുക, ഈ അവസ്ഥ നോക്കുക, ഇതാണ് ആ കണക്ക്. അതിൽ 2026 ഇപ്പോഴത്തെ കണക്കിലേക്ക് വരുമ്പോൾ വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ കുറവ് നോക്കുക. 2,74,00,000 എന്നുള്ളത് 2,71,00,000 കുറഞ്ഞു എന്നതാണ് സാഹചര്യം. അപ്പോൾ ഏറെ കുറവ് വന്നിരിക്കുന്നത് 3,02,359 വോട്ടർമാരുടെ കുറവാണ് ഈ കണക്കിൽ രേഖപ്പെടുത്തിയത്. അതായത് 2021 ഈ വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്യുമ്പോൾ 3,02,359 വോട്ടർമാരുടെ കുറവ് വന്നിട്ടുണ്ട്. ആ കുറവ് വന്ന വോട്ടർമാരുടെ കണക്കിൽ തന്നെ ശ്രദ്ധേയമായ ഒരു കാര്യമുള്ളത് സ്ത്രീ വോട്ടർമാരുടെ എണ്ണമാണ് ഏറ്റവും അധികം കുറഞ്ഞിരിക്കുന്നത് എന്നതാണ്. നോക്കുക, സ്ത്രീ വോട്ടർമാരാണ് ഏറ്റവും അധികം കുറഞ്ഞിരിക്കുന്നത്. അത് 2,40,160 സ്ത്രീ വോട്ടർമാരാണ് കുറഞ്ഞിരിക്കുന്നത്. പുരുഷ വോട്ടർമാരെക്കാൾ കൂടുതൽ. പുരുഷ വോട്ടർമാരുടെ എണ്ണം വെറും 62,183 വോട്ടർമാർ മാത്രമേ കുറവ് വന്നിട്ടുള്ളൂ. അതായത് ചുരുക്കം ഇതാണ്, 3 ലക്ഷത്തോളം വോട്ടർമാരുടെ കുറവ് വന്നിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. അതായത് 5 വർഷം മുമ്പ് നടന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ പരിഗണിക്കപ്പെടുന്ന, ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്ന പരിഗണിക്കപ്പെട്ട വോട്ടർ പട്ടിക 3 ലക്ഷത്തിൽ പരം വോട്ടർമാരുടെ കുറവാണ് അതിൽ ഉണ്ടായിരിക്കുന്നത് എന്ന സാഹചര്യം കൂടിയുണ്ട്. ഇനി നമുക്ക് നോക്കാം, ഇത് ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഏറ്റവും അധികം വോട്ടർമാരുടെ കുറവ് വന്നത് എന്നത്. അതായത് ചില മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്, ചില മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അതാണ് ആ താരതമ്യം. ഉദാഹരണമായി പറഞ്ഞാൽ നമുക്ക് വടക്കൻ കേരളത്തിലേക്ക് പോയാൽ ഈ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ചില മണ്ഡലങ്ങളിലൊക്കെ വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ ചില തന്ത്രപ്രധാനമായ ചില മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്, മറ്റെണ്ണം കൂടുതലാണ് വന്നിരിക്കുന്നത്. കുറവ് വന്നിരിക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനം വട്ടിയൂർക്കാവാണ് ഒരു ഉദാഹരണം. വട്ടിയൂർക്കാവിൻ്റെ കണക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം, വട്ടിയൂർക്കാവിൽ വരുന്ന കണക്ക് ഇതാണ്. വട്ടിയൂർക്കാവിൽ 42,846 വോട്ടർമാരുടെ കുറവുണ്ട്. നേമത്തേക്ക് വരുമ്പോൾ അത് 33,062 വോട്ടർമാരുടെ കുറവ്. കഴക്കൂട്ടത്തേക്ക് വരുമ്പോൾ അത് 29,804 വോട്ടർമാരുടെ കുറവ്. എറണാകുളം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ 28,311 വോട്ടർമാരുടെ കുറവ്. ഒപ്പം ദേവികുളത്തേക്ക് വരുമ്പോൾ 27,044 വോട്ടർമാരുടെ കുറവ്. അതായത് ഏറ്റവും കുറവ് വോട്ടർമാരുടെ 2021 താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് വരുന്ന 5 മണ്ഡലങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തത്. പക്ഷേ അതിൽ കൂടുതൽ ഇത് ബാധിച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ ഏറെയുണ്ട് എന്നതാണ് സാഹചര്യം. ഇനി നോക്കേണ്ട ഒരു കാര്യം, മുമ്പ് മഞ്ജുഷ സൂചിപ്പിച്ച കണക്കാണ്. അതായത് 2021 വോട്ട് ചെയ്തവരുടെ എണ്ണം നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് തുടർഭരണം കിട്ടിയ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരുടെ എണ്ണം, പുരുഷ വോട്ടർമാർ വോട്ട് ചെയ്തത് ഇതാണ് അവരുടെ എണ്ണം. അതായത് 98,57,841 വോട്ടർമാരാണ് അന്ന് ഇവിടെ വോട്ട് ചെയ്തത് എന്ന് നമുക്ക് കാണാനാവും. സ്ത്രീ വോട്ടർമാർ അത് 1,46,829 പേരുമായിരുന്നു. ആകെ 2,03,26,000
286 വോട്ടർമാരാണ് വോട്ട് ചെയ്തത്. അതായത് അതിൻ്റെ അർത്ഥം ഇതാണ്, 2021 വോട്ട് ചെയ്ത ഈ നമ്പറിനേക്കാൾ മുകളിലുള്ള ഒരു നമ്പർ ഇത്തവണ രേഖപ്പെടുത്തണമെന്നതാണ് സാഹചര്യം. അതുണ്ടായിട്ടുണ്ട്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് അത് ഉണ്ടായിട്ടുമുണ്ടല്ലോ സജിത്ത്. കാരണം 75% ആയപ്പോഴേക്കും 2,71,00,000 75% എന്ന് പറയുമ്പോൾ 2 കോടിക്ക് മുകളിൽ ആയി കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ തവണത്തെ 2 കോടി 3 ലക്ഷത്തിന് മുകളിൽ ആയി കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം പോളിംഗ് ശതമാനം ഉയർന്നു എന്ന് തന്നെയാണ്. അതായത് SIR വന്നതിന് ശേഷം വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവ് വന്നെങ്കിലും പോളിംഗ് ശതമാനത്തിൽ വർധനവ് വന്നിട്ടുണ്ട്. അതായത് മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും കണക്കുകൾ പരിശോധിക്കുമ്പോൾ വോട്ടർമാരുടെ എണ്ണം കൂടുതലായി പോൾ ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ്. അത് ഒരുപക്ഷെ ഒരു ട്രെൻഡായി സൂചനയായി നമുക്ക് പറയാം. ഒരു കാര്യം വ്യക്തമാണ്, SIRന് ശേഷം സാഹചര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ പോളിംഗ് ശതമാനം ഉയർന്നു തന്നെ. പോളിംഗ് ശതമാനവും ഉയർന്നിട്ടുണ്ട്. ആകെ പോൾ ചെയ്ത വോട്ടർമാരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് എന്നതാണ്. രാവിലെ മുതൽ തന്നെ അങ്ങനെ ഒരു ആശങ്കയുണ്ടായിരുന്നു. പോളിംഗ് ശതമാനം കൂടുന്നുണ്ട്, പക്ഷേ വോട്ട് ചെയ്ത വോട്ടർമാരുടെ എണ്ണം കൂടുമോ ഇല്ലയോ എന്നുള്ള കാര്യം പക്ഷേ അങ്ങനെ കൂടിയിട്ടുണ്ട്. ആകെ വോട്ടർമാരുടെ എണ്ണം വോട്ടർ പട്ടികയിൽ കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടിയും പോൾ ചെയ്തവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. അപ്പോൾ